ഗലാത്യർ അധ്യായം 6. സഹോദരരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുക. നിങ്ങളും പ്രലോഭനത്തിൽ അകപ്പെടാതിരിപ്പാൻ സ്വയം സൂക്ഷിച്ചുകൊള്ളുവിൻ. തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ചുമക്കുവിൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിറവേറ്റുവിൻ. താൻ ഒന്നുമല്ലാതിരിക്കെ മഹാനാണെന്ന് ഒരുവൻ ചിന്തിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തരും താന്റെ പ്രവൃത്തി വിലയിരുത്തട്ടെ. അപ്പോൾ മറ്റാരുമായും താരതമ്യപ്പെടുത്താതെ അവന് തന്നിൽ തന്നെ അഭിമാനിക്കാം. ഓരോരുത്തൻ സ്വന്തം ഭാരം വഹിക്കേണ്ടതാണല്ലോ. വചനം പഠിക്കുന്ന ഏതൊരാളും പഠിപ്പിക്കുന്ന ആളിന് എല്ലാ നന്മയുടെയും ഓഹരി നൽകേണ്ടതാണ്. വഞ്ചിക്കപ്പെടരുത്. ദൈവത്തെ പരിഹസിക്കുവാൻ പാടില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. അതുകൊണ്ട് അവസരം ലഭിക്കുമ്പോഴെല്ലാം നമുക്ക് സകല മനുഷ്യർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യാം. നോക്കുവിൻ, ഞാൻ സ്വന്തം കൈയാൽ എത്ര വലിയ അക്ഷരങ്ങളിലാണ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. ജഡത്തിൽ പുറമെ മാന്യത പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം പീഡനമേൽക്കാതിരിപ്പാൻ വേണ്ടി മാത്രമാണ് പരിച്ഛേദനമേൽപ്പാൻ നിങ്ങളെ നിർബന്ധിക്കുന്നത്. പരിച്ഛേദനം ഏറ്റവർ തന്നെയും ന്യായപ്രമാണം പാലിക്കുന്നില്ലല്ലോ. എന്നിട്ടും നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ച് അവർക്ക് പ്രശംസ ലഭിക്കേണ്ടതിനാണ് നിങ്ങളെ പരിച്ഛേദനം ചെയ്യിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടയാകരുത്. അതിലൂടെ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനം ഏൽക്കുന്നതോ ഏൽക്കാതിരിക്കുന്നതോ അല്ല, പുതിയ സൃഷ്ടിയാണ് പ്രധാനം. ഈ പ്രമാണമനുസരിച്ച് ജീവിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസമുണ്ടാക്കരുത്. ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.